ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു പേരിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അശ്വതി അശ്വതി എന്ന് പേരുള്ള സാധാരണ മലയാളികളുടെ കോമൺ നിക്നെയിം ആയിരിക്കും അച്ചു. അപ്പം ഈ പേര് ഒരു കേരളത്തിൽ തന്നെ ഒരു 10-25 പേരുള്ള കൂട്ടത്തിൽ ഒരു അശ്വതി എന്തായാലും കാണും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഈ അമലും അശ്വതിയും വിഷ്ണു അഖിലും ഒക്കെ അമ്മു ഇതൊക്കെ നല്ല കോമൺ ആയിട്ടുള്ള പേരുകളാണ്. അപ്പോൾ ഭാഗ്യവശാൽ എൻ്റെ ക്ലാസ്സിലോ എൻ്റെ 10th വരെയോ 12th വരെയോ ഞാൻ ഹയർ സ്റ്റഡീസ് ചെയ്തെടുത്തോ ഒറ്റ അശ്വതി എൻ്റെ ബാച്ചിലില്ലായിരുന്നു കേട്ടോ. പക്ഷെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റീല് വരുന്നുണ്ട്, അതെന്തിൻ്റെ ബേസിസിൽ ഇവർ ഈ അശ്വതിയെ വിളിക്കണേന്ന് അറിയത്തില്ല. മോസ്റ്റ് വായി നോക്കി, മോസ്റ്റ് കോഴിത്തരം, മോസ്റ്റ് എന്താ തേപ്പ് കൊടുക്കുന്നയാൾ, ഇവരുടെയൊക്കെ പേരിൽ 1ാം സ്ഥാനം ഇപ്പം അശ്വതിക്കാണെന്നാണ് തോന്നണേ. കാരണം ഞാൻ ഒത്തിരി നാൾ മിണ്ടാതിരിക്കുന്ന ഫ്രണ്ട്സ് വരെ ഇങ്ങനത്തെ റീല് കാണുമ്പോൾ ഈ അശ്വതിനെ ടാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ ആദ്യം ഈ പേരിനെ കുറിച്ച് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ അശ്വതി വേറുള്ളവരുടെ മെയിൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മളൊരു അമ്പലത്തിൽ പോവാം, അമ്പലത്തിലെ കൗണ്ടറിൽ ചെന്ന് കഴിയുമ്പോൾ ചേട്ടാ പുഷ്പാഞ്ജലി, അശ്വതി, നാളും അശ്വതി ആണല്ലേ? അല്ല ചേട്ടാ, ഈ എൻ്റെ പേര് വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ജന്മനക്ഷത്രമാണ് ഈ അശ്വതി. അത് കാരണമാണ് എനിക്ക് അശ്വതി എന്ന് പേരിട്ടതെന്നാണ് അമ്മ പറയണത് കേട്ടോ. പിന്നെ ഈ +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് എൻ്റെ ഹയർ സ്റ്റഡീസിന് പോയത്. മറ്റേ ലാലേട്ടൻ പറഞ്ഞ പോലെ സിംഹത്തിൻ്റെ മടയിലാണ് ഞാൻ പഠിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഈ അശ്വതി എന്ന് പറഞ്ഞ പേര് ഭയങ്കര കോമൺ ആയുള്ളൊരു സ്ഥലത്തുനിന്ന് അശ്വതി എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ പോയത്. അപ്പോൾ ആദ്യം ഇവരെന്നെ അസ്വതിന്നും അവസ്ഥിന്നും ഒക്കെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഈ അശ്വതി എന്നുള്ള പേര് നമ്മളപ്പോൾ ആദ്യം വിചാരിക്കും ഓക്കെ ഇവർക്ക് പ്രൊനൗൺസിയേഷൻ്റെ ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷേ ഇവർ ഈ അവസ്ഥയെന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ നാട്ടിൽ നവ്യ നായർ, ഉണ്ണിമേനൻ, ഇപ്പം ഈ മേനൂനും നായരും ഒക്കെയും ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് വയ്ക്കുന്നില്ലേ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റമാണ് ഈ അവസ്ഥി. ഇത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സുപ്രീം സീനിയർ കാലൊടിഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 3 ഹോസ്റ്റൽസ് ആണ് ഉള്ളത്. അപ്പം ഞാൻ ഉള്ള ഹോസ്റ്റലിലാണ് ഈ ഫുഡ് മെസ്സുള്ളത്. അപ്പോൾ ഈ സീനിയറിന് ഫുഡ് കൊണ്ട് കൊടുക്കാവോ എന്ന് എന്നോട് ഒരു വാർഡൻ ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിൽ നമ്മൾ ജൂനിയേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇതൊരു സീനിയേഴ്സുമായിട്ടൊരു ബോണ്ട് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചാൻസാണ്. അപ്പം നമ്മളത് കയ്യിൽ നിന്ന് വിടത്തില്ല. കാരണം അത് ഞങ്ങളുടെക്കാളും ഏറ്റവും സുപ്രീം ആയിട്ടുള്ള സീനിയറായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് കൊടുത്തോളാം മാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ചെന്നു. നല്ലൊരു മാമായിരുന്നു കേട്ടോ. അപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിലൊന്നും നമുക്ക് സീനിയേഴ്സിനോട് അങ്ങോട്ടൊന്നും കയറി ചോദിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കാരണം ഈ പുള്ളിക്കാരി എന്നോട് ചോദിച്ചതിന് മാത്രം മറുപടി കൊടുത്തു. അപ്പം ഞാൻ ഇറങ്ങാൻ നേരത്ത് ബൈ ദ വേ വാട്ട്സ് യുവർ നെയിം നീ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാം അശ്വതി. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിക്കുക അവസ്ഥി, വാട്ട് അവസ്ഥി? ദെൻ ഞാൻ പറഞ്ഞു മാം നോട്ട് അവസ്ഥി, ഇറ്റ്സ് അശ്വതി. അപ്പം ഈ പുള്ളിക്കാരിയാണ് അശ്വതി ഇറ്റ് ഈസ്. അപ്പോഴാണ് ഞാൻ കേരളത്തിൽ നിന്നാന്ന് പുള്ളിക്കാരിയോട് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ പുള്ളിക്കാരി ഇത് പറയാൻ കാരണം എന്നാണെന്നറിയോ, പുള്ളിക്കാരിയുടെ സർനെയിം അവസ്ഥീന്നാണ്. അപ്പം അന്നാണ് എനിക്ക് മനസ്സിലാവണം ഈ അവസ്ഥീന്ന് തന്നെ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ പ്രൊഫസറൊക്കെ എന്നെ അവസ്ഥീന്നാണ് വിളിക്കണേ. ഞാൻ അപ്പോൾ വിചാരിച്ചു ഇതെന്നാ പോലും ഇത് എങ്ങനെ തലതിരിച്ച് വിളിക്കണേന്നൊക്കെ ഓർത്തു. അപ്പോഴാണ് എനിക്ക് അശ്വതിയുടെയും അവസ്ഥയുടെയും ബന്ധം മനസ്സിലായത്. പിന്നെ 4-5 വർഷം ഞാൻ ഈ അവസ്ഥയും അശ്വതിയും ഒക്കെ കേട്ട് ഓക്കെ ആയി. പിന്നെ എൻ്റെ അച്ചു എന്നുള്ള നിക്നെയിമിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. ബിക്കോസ് അച്ചു എന്ന് അവർ പറയുന്നത് തുമ്മുമ്പോഴാണെന്നാണ് അവർ പറയുന്നൊരു നോർമൽ കാര്യം. അപ്പോൾ അവരുടേതായ നിക്നെയിമൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ആദ്യമേ ഈ പേരിനെ കുറിച്ച് പറയുന്നത് ഞാൻ അശ്വതി ആയതുകൊണ്ടും എനിക്കിതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റോറീസും കണ്ടൻസും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരും. അപ്പോൾ ഇത് തുടക്കമായത് കാരണം എനിക്കൊരു സിമ്പിളായിട്ടുള്ള ടോപ്പിക് എടുത്തിടാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് കേട്ടോ ആദ്യമേ ഈ പേരിനെ കുറിച്ച് പറഞ്ഞത്. ആൻഡ് എൻ്റെ അനിയന്മാരൊക്കെ എന്നെ പറഞ്ഞ് കളിയാക്കാറുണ്ട് ഈ അശ്വതി അച്ചു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ഫേക്കായിട്ടുള്ള ആളും പിന്നെ തേപ്പിൻ്റെ ആളുമൊക്കെയാണെന്നൊക്കെ. അപ്പം അങ്ങനെയൊന്നും അല്ലാത്ത അശ്വതിമാരും ഉണ്ട്. അപ്പോൾ
ഈ പാവം അശ്വതിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ ഈ അശ്വതിമാരുടെ രോദന അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയും. അപ്പോൾ എൻ്റെ കണ്ടൻസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമുക്ക് പുതിയ പുതിയ സ്റ്റോറീസും സോങ്സും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.